എച്ച് ഹഫീസ്, ഇടത് സഹയാത്രികൻ. ശ്രീ ഹഫീസ്, താങ്കൾക്ക് ഇക്കാര്യത്തിൽ CPM-ന്റെ നിലപാട് സുതാര്യമാണ് എന്ന അഭിപ്രായമുണ്ടോ? ഇപ്പോൾ ADGP-യുമായി ബന്ധപ്പെട്ട് ADGP-യുടെ നിർദ്ദേശം അനുസരിക്കുന്ന പോലീസ് മേധാവികൾ അല്ലെങ്കിൽ പോലീസിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ മലപ്പുറത്ത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, മലപ്പുറത്ത് പ്രത്യേകിച്ച് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പല കേസുകളായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അവിടുത്തെ കൊലപാതകം, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടൊക്കെ പോലീസ് എങ്ങനെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്, ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ പോലീസ് പ്രവർത്തിക്കുന്നു എന്ന് അവിടുത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറിയെ അറിയിച്ചിട്ടും അത് അംഗീകരിച്ചില്ല. RSSന് അനുകൂലമായ സാഹചര്യം അവിടെ സൃഷ്ടിച്ചു കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്ന വാദം. അത് അൻവറിനെ അംഗീകരിച്ചാലും അൻവറിനെ തള്ളിയാലും അൻവറിനെതിരെ പുറത്ത് വല്ലാത്ത രീതിയിലുള്ള പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ, ഭീഷണിപ്പെടുത്തുന്ന മുദ്രാവാക്യങ്ങൾ വിളിച്ചാലും ഒന്നും അവസാനിക്കുന്ന ചോദ്യമല്ല. അത് ന്യൂനപക്ഷത്തിൻ്റെ ഒരു ചോദ്യമായി അവിടെ അവശേഷിക്കുകയാണ്. അത് പാർട്ടിയെ സംബന്ധിച്ച് അപകടം ചെയ്യുന്നതല്ലേ? CPM-ൻ്റെ അഭിപ്രായം പറയേണ്ടത് ഞാനല്ല. CPM-ൻ്റെ അഭിപ്രായം പറയേണ്ടത് CPM ആണ്. ഇടതുപക്ഷ സഹയാത്രികൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയുടെ ഘടകകക്ഷിയുടെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഈ കാര്യത്തിൽ ആദ്യമേ പ്രിയപ്പെട്ട സ്മൃതിയോടും സഹപാനലിസ്റ്റുകളോടും പറയാനുള്ളത്, ഞാൻ PV അൻവറിൻ്റെ ഒരു ശത്രുവായി കാണരുത്. അദ്ദേഹം ഒരു വിഷയം ഉയർത്തിയപ്പോൾ ആ വിഷയത്തിൽ നീതിപൂർവമായ ചില കാര്യങ്ങളും ഉണ്ട് എന്ന് വിശ്വസിച്ചവരുടെ കൂട്ടത്തിലുള്ള, അല്ലെങ്കിൽ വിശ്വസിച്ച ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ അനുഭവങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. ആ കാര്യത്തിൽ PV അൻവറിനെ പിന്തുണച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമൂഹ മാധ്യമത്തിലും നമ്മൾക്കുള്ള സ്വാധീന വലയത്തിലും എല്ലാം നമ്മൾ ഈ കാര്യം ഉന്നയിച്ചിട്ടുള്ളതുമാണ്. പക്ഷേ PV അൻവറിന് എവിടെ തെറ്റി, അല്ലെങ്കിൽ PV അൻവറും പാർട്ടിയും എവിടെ തെറ്റി എന്നുള്ള കാര്യത്തിലേക്കാണെങ്കിൽ ഞാൻ കടന്നു വരാം. അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ അദ്ദേഹവുമായി ഈ പത്രസമ്മേളനത്തിന് ശേഷവും വളരെ സ്നേഹത്തോടെ, അദ്ദേഹം സ്നേഹപൂർവ്വം തന്നെയാണ് ഇടപെട്ടിട്ടുള്ളത്. അതിനകത്തൊന്നും തർക്കമുള്ള കാര്യങ്ങളൊന്നുമല്ല. അദ്ദേഹം വളരെ കൃത്യവും വ്യക്തവുമായി, അദ്ദേഹം നിർലോഭമായ സ്നേഹത്തോടു കൂടി ഒരു സഹോദരനെ പോലെ ഇടപെടുന്ന ഒരാളാണ് എന്നോട്. അദ്ദേഹത്തോട് ഞാൻ അതേ സഹോദര വാത്സല്യത്തോട് തന്നെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് രണ്ട് കാര്യങ്ങൾ അന്ന് വിയോജിപ്പ് പറഞ്ഞിരുന്നു. ഒന്ന്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇദ്ദേഹം പത്രസമ്മേളനം നടത്തിയപ്പോൾ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണണമായിരുന്നു. രണ്ട്, എന്തിൻ്റെ പേരിലായെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കാര്യങ്ങൾ ചുമതലയുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ കാടടച്ച് വെടിവെച്ചൊരു ആരോപണം, അത് സ്വർണം പൊട്ടിക്കലിനകത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ബന്ധമുണ്ട് അല്ലെങ്കിൽ പങ്കുപറ്റുന്നു എന്നൊരു ആരോപണം അദ്ദേഹം ഉപേക്ഷിക്കണമായിരുന്നു. ബാക്കി ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചതിനകത്ത് ഘടകകക്ഷികൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ പൊതുസമൂഹം പറയുന്നുണ്ട് അന്വേഷണം ആവശ്യമാണ്. ആ അന്വേഷണ ആവശ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അംഗീകരിച്ചതാണ്. ആ കാര്യത്തിൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയും എടുത്തതാണ്. ആ നടപടിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ CPM-ൻ്റെ പാർട്ടി സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവന ഇറക്കി. അതിൽ അദ്ദേഹത്തോട് ആജ്ഞയല്ല പറഞ്ഞത്, പ്രസ്താവന അങ്ങ് നിർത്തിവെക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നുള്ളതാണ്. അങ്ങയും കണ്ടിട്ടുണ്ടല്ലോ. അഭ്യർത്ഥനയ്ക്ക് ശേഷം ഒരു വൈകുന്നേരം 4:30 മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം എങ്ങനെയായിരുന്നു? അല്ല, അഭ്യർത്ഥനയ്ക്ക് മുമ്പ് വാർത്താ സമ്മേളനത്തിന് ശേഷം 5:30 മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നതിന് 1.5 മണിക്കൂർ 1.25 മണിക്കൂർ മാധ്യമങ്ങളെ കണ്ടു. അതിനുശേഷം PV അൻവർ MLA മറുപടി പറഞ്ഞു. ആ മറുപടിക്ക് ശേഷമാണ് സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന വന്നത്. അതാണ് ഞാൻ ചോദിച്ചത്, മുഖ്യമന്ത്രിയാണ് അൻവറിനെ പ്രകോപിപ്പിച്ചത് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മുഖ്യമന്ത്രി ഈ സ്വർണ്ണക്കടത്തുകാരുടെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. അൻവർ എന്ന പ്രതീതി സൃഷ്ടിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹം നേരിട്ട് പറഞ്ഞില്ല എങ്കിലും സ്വർണ്ണക്കടത്തുകാർക്കൊപ്പം നിൽക്കുന്നു എന്ന് തോന്നിക്കുന്ന രൂപത്തിൽ തന്നെ അങ്ങനെയാണ് ആളുകൾ മനസ്സിലാക്കുക. അങ്ങനെ ഒറ്റ ഒരു വാചകത്തിലൂടെ അദ്ദേഹത്തെ പ്രതിക്കൂട്ടിലാക്കി. അല്ല, അങ്ങനെ ഞാൻ അങ്ങനെ മനസ്സിലാക്കില്ല. അങ്ങ് മനസ്സിലാക്കിയതുപോലെ അല്ലല്ല, ഞാൻ അങ്ങനെ മനസ്സിലാക്കിയ ഒരാളല്ല. അങ്ങ് മനസ്സിലാക്കിയതുപോലെ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഞാനല്ല. എങ്കിലും ഞാൻ പറയുന്നു, PV അൻവറിനെ സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ മനസ്സിലാക്കൽ അതാണ്. അതുകൊണ്ടാണല്ലോ അൻവർ അത് ആവർത്തിച്ച് പറയുകയും ചെയ്തത്. PV അൻവർ എന്ന് പറഞ്ഞ ആള് ഞാനൊന്ന് പറഞ്ഞോട്ടെ. PV അൻവർ എന്ന് പറയുന്നയാൾ ഇടതുപക്ഷത്തിൻ്റെ ശത്രുവായിരുന്നില്ല 48 മണിക്കൂർ മുമ്പ് വരെ. അദ്ദേഹത്തിന് കേരളത്തിലെ ഇടതുപക്ഷ സഹപ്രവർത്തകരും സഹയാത്രികരും എല്ലാം കടന്നൽ രാജ എന്ന വിശേഷണത്തോടുകൂടിയാണ് സമൂഹ മാധ്യമങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം എന്നും ഇടതുപക്ഷത്തിൻ്റെ ഒരു എന്താ പറയുന്നത്, അദ്ദേഹം പരിചയ തീർത്ത ഒരു പോരാളിയായിരുന്നു. പക്ഷേ പാൽപ്പായസം കോളാമ്പിയിൽ വിളമ്പിയതുപോലെ ആയിപ്പോയി അവസാനം. ഞാനത് പറഞ്ഞോട്ടെ, കാരണം നമ്മൾ രണ്ട് സ്ഥലത്തിരിക്കുകയാണ്. എനിക്ക് നിങ്ങൾ തന്നിരിക്കുന്ന ചെറിയൊരു ഇയർഫോണിൻ്റെ സൗകര്യത്തോടെ മാത്രമേ എനിക്ക് നിങ്ങളെ കേൾക്കാൻ പറ്റത്തുള്ളൂ. ഞാനത് പറഞ്ഞു നിർത്തിക്കോട്ടെ.
അതായത് പാൽപ്പായസം കോളാമ്പിയിൽ വിളമ്പിയാൽ എങ്ങനെ ഇരിക്കും, ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കാൻ ആരും ശ്രമിക്കരുതായിരുന്നു. ഈ കാര്യത്തിൽ പി വി അൻവറിന് ആത്മാർത്ഥമായി ഇടതുപക്ഷത്തോടൊപ്പം നിന്നയാളാണ് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. അദ്ദേഹം നാളെ ഇടതുപക്ഷ ചേരിക്ക് ശത്രുവായി നിൽക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. പക്ഷേ അദ്ദേഹം ഉയർത്തിയ കാര്യങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ശക്തിയാണ്. അത് പാർട്ടി സെക്രട്ടറി പറഞ്ഞു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, അത് മാധ്യമങ്ങളിലൂടെ പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു. ആ ഒരു ക്ഷമയുടെ ഒരു നെല്ലിപ്പലക വരെ അദ്ദേഹം കാത്തു നിൽക്കാതെ അദ്ദേഹം എടുത്തിയാടി ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകരുത്. നാളെ അദ്ദേഹം പാർട്ടി ഒരു നയവിശദീകരണ യോഗം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സമൂഹ മാധ്യമങ്ങൾ നൽകിയിരിക്കുന്ന പിന്തുണ, ഇടതുപക്ഷത്തിന് വേണ്ടി അദ്ദേഹം മാധ്യമങ്ങളോട്, രാഷ്ട്രീയ ശത്രുക്കളോട്. മറ്റൊരു കാര്യം സ്മൃതിക്കറിയാമോ, അദ്ദേഹം കേരള നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെതിരെ 150 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചു. ആ 150 കോടി രൂപയുടെ അഴിമതി ആരോപണം പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ചപ്പോൾ ആ പ്രസംഗത്തിൻ്റെ വിവരാവകാശ രേഖ മേടിച്ച് തിരുവനന്തപുരത്ത് വിജിലൻസ് കോടതിയിൽ ഒറ്റയ്ക്ക് കയറി കേസ് വാദിച്ച ഒരാളാണ് ഞാൻ. അദ്ദേഹം പല കാര്യത്തിലും ആ കാര്യത്തിൽ നീതി കിട്ടിയിട്ടില്ല, പ്രതിപക്ഷ നേതാവിൻ്റെ എതിരായിട്ടുള്ള അന്വേഷണം മുടങ്ങിപ്പോയി എന്നൊരു പരാതി പറഞ്ഞിട്ടുണ്ട്. അപ്പം പി വി അൻവർ ഉന്നയിച്ച ആ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്നൊരു ഇടതുപക്ഷ പ്രവർത്തകനാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾക്കൊക്കെയും അദ്ദേഹം ഇന്നിപ്പോൾ ഞങ്ങൾക്കെങ്ങനെ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ, എൻ്റെ പാർട്ടിയുടെ നിലപാട്, എൻ്റെ മുന്നണിയുടെ നിലപാട് പി വി അൻവറിനോടൊപ്പം സഹകരിക്കേണ്ട എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് വിധേയമായി തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ എതിർക്കേണ്ടി വരുന്നു. ആ സാഹചര്യത്തിൽ നിന്ന് ഇന്നും പി വി അൻവർ രാഷ്ട്രീയ എതിരാളികളുടെ പാളയത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ അദ്ദേഹം സമസ്ത അപരാധങ്ങളും പുറത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആരോപണം ഉന്നയിച്ചത് പിൻവലിച്ചുകൊണ്ട് അദ്ദേഹം മടങ്ങി വന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്രത്തോളം അദ്ദേഹത്തെ ഹൃദയത്തോടെ സ്വീകരിച്ചോ അതുപോലെ എല്ലാവരും സ്വീകരിക്കുമോ എന്നറിയത്തില്ല. ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. എൻ്റെ ഹൃദയത്തിൽ ആ സ്ഥാനമില്ല. കാരണം അദ്ദേഹം പടമൊരുത്തിയത്, മാധ്യമങ്ങളുടെ മുഖത്ത് നോക്കി കൃത്യമായി നിലപാടുകൾ പറഞ്ഞത്, രാഷ്ട്രീയ എതിരാളികളെ വാക്കുകൾ കൊണ്ട് എഴുത്തുകൾ കൊണ്ട് പ്രതിരോധിച്ചത്, അതൊക്കെ നന്ദിയോടുകൂടി കൂടിക്കാഴ്ചയിൽ CPM വ്യക്തമായ RSS വിരുദ്ധ പ്രതികരണം, അതായത് ADGP RSSനെ കണ്ടുവെങ്കിൽ RSS നേതാക്കളെ കാണുന്നത് തെറ്റാണ്, അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നൊരു വാചകം CPM നേതാക്കളിൽ നിന്ന് കേട്ടോ? എവിടെയെങ്കിലും കേട്ടോ? ഇന്ന് DYFI സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന അങ്ങ് ശ്രദ്ധിച്ചായിരുന്നോ? ഇന്ന് റിപ്പോർട്ടർ ചാനലിലൂടെ ഞാനത് കണ്ടത്. ഇന്ന് ഞാൻ കണ്ടേരാം, മുമ്പത്തെ കാര്യമല്ല പറയുന്നത്. ഞാൻ 24 മണിക്കൂറും TV ക്ക് മുന്നിൽ ഇരിക്കുന്ന ഒരാളല്ല, യാത്ര ചെയ്യുന്ന ആളാണ്, പൊതുപ്രവർത്തനവുമായും സ്വന്തം ജോലിക്കാരെയും ഒക്കെ പുറത്തേക്കുന്ന ഒരാളെ. ഇന്ന് DYFI സംസ്ഥാന സെക്രട്ടറി വളരെ വ്യക്തമായ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയം മാറണം. RSS പോലൊരു സംഘടനയുമായി യോജിച്ചു പോകാൻ ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഒരു ഘടകകക്ഷികളും ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി ചോദ്യം ഹഫീസ്, RSSുമായി കൂടിക്കാഴ്ച നടത്തിയ ADGPയെ അംഗീകരിക്കാനാവില്ല എന്ന് CPI പറയുന്നത് പോലെ ശക്തമായ ഭാഷയിൽ ഒരു വാചകം താങ്കളിൽ നിന്ന്, CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്ന് താങ്കൾ കേട്ടോ? ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു, അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം അല്ല, CPM കേട്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. CPM പറയേണ്ട കാര്യമാണെന്ന് എനിക്കറിയാമല്ലോ. താങ്കൾ CPMന്റെ വക്താവണ്ട, CPMൽ നിന്ന് താങ്കൾ കേട്ടോ എന്നാണ് എന്റെ ചോദ്യം. അപ്പൊ CPM പറയേണ്ട കാര്യം CPM പറയുന്നത് താങ്കൾ കേട്ടോ എന്നുള്ളതാണ് ചോദ്യം. ശ്രീ ഹഫീസ്, ഞാൻ ചോദിച്ചത് CPM പറയുന്നത് താങ്കൾ കേട്ടോ? മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? എനിക്ക് ഇടനിലക്കാരനാകാൻ ഞാൻ ആരെയും നിയോഗിച്ചിട്ടില്ല, അതായത് RSS നേതാക്കളെ കണ്ടത് എനിക്ക് വേണ്ടിയല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അവിടെ നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അങ്ങനെ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ തള്ളി പറഞ്ഞു കഴിഞ്ഞു. തള്ളി പറയില്ല, ഇല്ല. സെൻകുമാറിനെ വിമർശിച്ച ഒരു ഭാഷ, സെൻകുമാറിനെ വിമർശിച്ച ഭാഷ, അജിത്കുമാറിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് നമ്മൾ കേട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം തള്ളി പറഞ്ഞിട്ട് ഞാൻ എന്റെ ഇടനിലക്കാരായി ആരെയും അയച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഉത്തരം കൃത്യമാണ്. കൃത്യവും വ്യക്തമായ ഉത്തരം കിട്ടിയിട്ട് ഇങ്ങനെ തന്നെ പറയണമെന്ന് വാശിപ്പിക്കരുത് ഹഫീസ്. നമ്മൾ ഇതിനും ശക്തമായ ഭാഷയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കേട്ടിട്ടുള്ളതാണെന്നേ. ഒരുപാട് പ്രതീക്ഷയുണ്ട്, മുഖ്യമന്ത്രിയിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷയുണ്ട് ആ കാര്യത്തിൽ. അതുണ്ടായില്ല. അതുകൊണ്ടാണ് സംശയം. DGP അന്വേഷിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് കയറി മുൻകൂറായിട്ട് പറയാൻ ബോധ്യമായിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട PV അൻവറിനും ബോധ്യമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തു കൂടിയാണ് ഞാൻ. ശരി, അഡ്വക്കേറ്റ് അനിൽ ബോസ്. Debate with Smriti Parithikad.